കേസുകളിൽ ജയസൂര്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തനിക്കെതിരായ പരാതി അടിസ്ഥാനരഹിതമെന്നാണ് നടന്റെ വാദം. ജൂനിയർ ആർട്ടിസ്റ്റിന്റെയും ആലുവ സ്വദേശിനിയായ നടിയുടെയും പരാതികളിലാണ് ജയസൂര്യക്കെതിരായ കേസുകൾ. കൂത്താട്ടുകുളം, തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടാണ് ജയസൂര്യ ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്. ഈ മാസം 18-ന് വിദേശത്തു നിന്നും മടങ്ങിവരും. കസ്റ്റഡിയിലെടുക്കേണ്ട ആവശ്യമില്ല എന്നതുകൂടി പരിഗണിച്ച് മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് ജയസൂര്യയുടെ ആവശ്യം. പീഡനം നടന്നതായി പരാതിക്കാരി ആരോപിക്കുന്ന തീയതികളിലടക്കം വൈരുദ്ധ്യമുണ്ടെന്നും ജയസൂര്യ വാദമുന്നയിക്കുന്നുണ്ട്. കൂടാതെ തനിക്കെതിരായ പരാതി അടിസ്ഥാനരഹിതമെന്നും കാര്യങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കാതെയാണ് കേസെടുത്തത്, പരാതിക്കാരിയുടേത് ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള നീക്കമാണെന്നും ജയസൂര്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശൗചാലയത്തിന് സമീപം ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു ജയസൂര്യക്കെതിരായ നടിയുടെ പരാതി. അതേസമയം അടിമാലി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടൻ ബാബുരാജ് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ബാബുരാജിന്റെ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, കൊച്ചി.